ഹലോ കൂട്ടുകാരികളെ, വായോ. ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. പണിസ്ഥലത്താണ് കേട്ടോ. പണിസ്ഥലത്തുള്ള ചിക്കൻ കറിയാ. ഉള്ളി പച്ചമുളക് വാട്ടിക്കൊണ്ടിരിക്കുന്നു. ഉള്ളിയും പച്ചമുളക് ഞാനിപ്പോഴിട്ട് വാട്ടി അരിഞ്ഞൊക്കെ കാണിക്കുമ്പോഴേ ഒരുപാട് സമയമെടുത്താൽ ഇത് വീഡിയോ പോകുന്നില്ല. അതുകൊണ്ടാട്ടാ ഇനി ഓരോന്ന് കാണിച്ചു തരുമ്പോഴത്തേന് വീഡിയോ ഇതാകുന്നില്ല. അതുകൊണ്ടാണ് അരിയൊന്നും കാണിക്കാഞ്ഞേ. അരിയുന്ന എല്ലാവർക്കും അറിയില്ലേ. ഇനിയിപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. 6 കിലോ ചിക്കൻ ഉണ്ട്. 6 കിലോ ചിക്കൻ. തക്കാളി കരിയാപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ വഴറ്റുവാണ്. ഇനി വേണ്ടത് ഒരു 3 കിഴങ്ങിടും ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട്. ബാക്കി ചിക്കൻ എന്ത് ചെയ്യാ, ചിക്കനെല്ലാം മഞ്ഞളും ഉപ്പും തേച്ച് വെച്ചു. ഉപ്പും മഞ്ഞളും തേച്ച് വെച്ച് ഇനി കഴുകി വാരണം. ഓക്കെ, ബാക്കി കാണിക്കാം. ഇനി ആവശ്യത്തിനുള്ള കിഴങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. നല്ലോണം വഴന്ന് വരുമ്പോഴത്തേനും മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. കഞ്ഞി അടുപ്പലുണ്ട്. 9 കിലോ അരിയാണ് ഈ കലത്തിലിട്ടേക്കുന്നത്. 9 കിലോ അരി. 2 നേരത്തെ കൂടിയാണേ. ബാക്കി ചിക്കനൊക്കെ കഴുകി വാരി വന്നിട്ട് ഇടുന്നത് കാണിക്കാം കേട്ടോ. ഇത് മസാലപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, ഇത്രയും സാധനം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നോക്കിക്കാം. നമ്മുടെ ചിക്കൻ ഈ മസാലയ്ക്കകത്തൊരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം മൂപ്പിക്കണം കേട്ടോ. പൊടി കരിഞ്ഞു പോകാതെ നല്ലപോലെ മൂപ്പിക്കണം കേട്ടോ. അത് ചിക്കൻ കഴുകി വാരി കൊണ്ടുവന്നു. ചിക്കൻ ഇടാൻ പോവാണേ. 6 കിലോ ചിക്കനാണ്. 1ഉം 2ഉം അല്ല. ഞങ്ങളുടെ മുതലാളി എല്ലാ ശനിയാഴ്ചയും ചിക്കൻ മേടിക്കും. എല്ലാ ശനിയാഴ്ചയും മേടിക്കും. അപ്പം നല്ല കറിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. ശകലം വെള്ളം വേണം, എല്ലാവർക്കും വേണ്ടേ. ഞങ്ങൾ 30-30 പേരുണ്ട്. ഒരു നേരത്തേനേ ഉള്ളൂ ഇത്. ഉച്ചക്കത്തേനും തൈരും വെള്ളരിക്കും. പിന്നെ എന്നാ പറയുക, പരിപ്പ് വെച്ചു. പരിപ്പും മുരിങ്ങക്കായും തക്കാളിയും, ഇത്രയും സാധനം. ആ ഒരു കറിയായി. അടുത്ത കറിയാക്കി എല്ലാം റെഡിയായിട്ട് കാണിക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ്റെ അകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം ഇളക്കി നല്ല റെഡിയാക്കി വെച്ചു. വീഡിയോ എടുക്കുക, വീഡിയോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി വേണ്ടത് 2 തണ്ട് കരിയാപ്പ് ഇട്ട് കൊടുക്കുക. ഓക്കെ, റെഡിയായി. ഇനി വെന്താൽ മതി. വെന്ത് കഴിയുമ്പം കാണിക്കാം. നമ്മുടെ കറിയൊക്കെ റെഡിയായി. എല്ലാവരും ലൈക്കും ഷെയറും തന്ന് എന്നെ വിജയിപ്പിക്കണം. ഇപ്പം നമുക്ക് 500 ചില്ലറ എങ്ങാനായി. എല്ലാവരും കൂടെ നോക്ക് കേട്ടോ. താങ്ക് യു.